ഹലോ, വെൽക്കം ടു ഹോം ഗ്രോൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മൾ ബാക്കി വന്ന ചോറ് വേസ്റ്റാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇനി മുതൽ വേസ്റ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. അതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള റൈസ് കട്ട്ലറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് ബാക്കിയായ ചോറ്, പിന്നെ കുറച്ച് ബീൻസ്, ഒരു ക്യാപ്സിക്കം, ഒരു സവാള, ഒരു ക്യാരറ്റ്, പിന്നെ കുറച്ച് ഷ്രെഡ് ചെയ്ത് വെച്ച ചിക്കൻ. എന്നിട്ട് പാൻ ഹീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ അതിൻ്റെ നിറം മാറുന്നത് വരെ അതിനെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച ബാക്കി ഇൻഗ്രീഡിയൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കം, പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ്, പിന്നെ അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞ ബീൻസും ആഡ് ചെയ്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കാം. അപ്പോൾ ഇത് ഏകദേശം നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. അത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും ചേർക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണ ചെയ്യുന്ന മസാല പോലെ തന്നെയാണ്. എന്നിട്ട് നമ്മൾ ഇതിനെ വേറെ ബൗളിലായി മാറ്റി വെക്കാം. നമ്മൾ മിക്സിയിൽ ബാക്കിയായ ചോറിനൊക്കെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ വളരെ സ്മൂത്ത് ആവണമെന്നില്ല, അത് ഒരു മീഡിയമിലായി അടിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ നന്നായി മിക്സ് ആവണമെന്നില്ല, ഒരു ആവശ്യത്തിന് അടിഞ്ഞാൽ മതി. എന്നിട്ട് നമ്മളതിനെ വേറൊരു ബൗളിൽ മാറ്റി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. മുമ്പ് ആക്കി വെച്ച മസാല ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനൊരു കട്ട്ലറ്റ് ഷേപ്പാക്കി വെക്കാം. അപ്പോൾ ഈ ഉണ്ടാക്കിയെടുക്കുന്ന ഈ റൈസ് ടിക്കി ഇത് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിതിനെ സൂക്ഷിച്ച് വേണം ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ നമ്മൾ റൈസ് ടിക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ഓയിലിട്ട് ഷാലോ ഫ്രൈ ചെയ്താൽ മാത്രം മതി. ബാക്കിയായ ചോറ് വേസ്റ്റ് ആവാതിരിക്കാനുള്ള ഒരു നല്ല റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കഴിക്കാനും തന്നെ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇത് ചോറിൽ ഉണ്ടാക്കിയത് എന്ന് ഒട്ടും തന്നെ മനസ്സിലാവുന്നുമില്ല. കട്ട്ലറ്റിൻ്റെ അതേ ചെറിയ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഇവിടെ നമ്മുടെ ടേസ്റ്റിയായ റൈസ് ടിക്കി അഥവാ റൈസ് കട്ട്ലറ്റ് റെഡിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു നല്ല വിഭവമായി കാണാം. താങ്ക്